ഫെബ്രുവരി 5 ബുധനാഴ്ച. മാർക്കോസ് 6:1-6 വരെ വാക്യങ്ങൾ. വില്യം ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെ ജനപ്രിയമാക്കിയ ബ്രിട്ടീഷ് എഴുത്തുകാരൻ മിസ്റ്റർ ചാൾസ് ലാംബ് ഒരിക്കൽ ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പ്രതിഭ എന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്തു. 2 പേരുകൾ ഒടുവിൽ ഉയർന്നു വന്നു. ഒന്ന് വില്യം ഷേക്സ്പിയറിൻ്റേതും മറ്റത് നസ്രത്തിലെ യേശുവിൻ്റേതും. ആ ഡിബേറ്റ് അവസാനിച്ചത് ചാൾസ് ലാംബ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്. ഈ 2 മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളോട് പറയാം. ഷേക്സ്പിയർ ഇപ്പോൾ ഈ മുറിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ നാം എല്ലാവരും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കും. എന്നാൽ യേശുക്രിസ്തുവാണ് ഈ മുറിയിലേക്ക് വരുന്നതെങ്കിൽ നാം എല്ലാവരും അവനെ കുമ്പിട്ട് ആരാധിക്കും. മനുഷ്യരുടെ മഹത്വം നമ്മെ ബഹുമാനത്തോടെ എഴുന്നേൽപ്പിക്കാൻ നിർബന്ധിതരാക്കും. യേശുവിൻ്റെ മഹത്വം നമ്മെ ആരാധനയിലും പ്രാർത്ഥനയിലും മുട്ടുകുത്താൻ നിർബന്ധിതരാക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അതിമഹത്തായ കരിസ്മാറ്റിക് വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നതായി കാണാം. യേശു സ്വന്തം നാട്ടിലേക്ക് വന്നു. ഒരു സാബത്ത് ദിനം സിനഗോഗിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ കേട്ട പലരും അത്ഭുതപ്പെട്ടു. യേശുവിൻ്റെ ജനപ്രീതിയും പ്രശസ്തിയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. വിവിധ രോഗങ്ങളും ബാധകളും ബാധിച്ചിരുന്ന പലരെയും അവൻ സുഖപ്പെടുത്തി. അടിമത്തത്തിലായ പലരിൽ നിന്നും അവൻ ദുർഭൂതങ്ങളെ പുറത്താക്കി. യേശു എല്ലാവരും അന്വേഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി. ദൗത്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അതിയായ അഭിനിവേശം പ്രശംസനീയമായിരുന്നു. ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത്ഭുതകരമായിരുന്നു. ദൗത്യത്തോടുള്ള ഈ അചഞ്ചലമായ പ്രതിബദ്ധത അത്ഭുതപ്പെടുത്തുന്ന വികാരങ്ങൾക്ക് കാരണമായി. ആളുകൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, ഇതെല്ലാം ഈ മനുഷ്യരെ എവിടെ നിന്ന് ലഭിച്ചു? ഏത് തരത്തിലുള്ള ജ്ഞാനമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്? അവൻ്റെ കൈകൊണ്ട് എന്തെല്ലാം വീരകൃത്യങ്ങളാണ് ചെയ്യുന്നത്? യേശുവിൻ്റെ ശക്തമായ കരിസ്മാറ്റിക് വ്യക്തിത്വം 2 ഫലങ്ങളാണ് ഉണ്ടാക്കിയത്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. ഒന്ന് പിന്തുണയ്ക്കുന്നതും മറ്റൊന്ന് തടസ്സപ്പെടുത്തുന്നതുമാണ്. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. യേശുവിന് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനമുണ്ട്? കർത്താവ് നമ്മിൽ ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദിയുള്ളവരാണോ നമ്മൾ? അതോ ജീവിതത്തിലെ നിഷേധാത്മകതകൾ മാത്രം കണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരാണോ നമ്മൾ? ക്രിസ്ത്യാനികളെന്ന നിലയിൽ ഈ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തെ സുഖപ്പെടുത്തുന്നതിൽ നാം അവനെ അനുഗമിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ദുർഭൂതങ്ങളെ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നതിൻ്റെ ഏജൻറ്റുമാരാകാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. ദൈവരാജ്യം എല്ലായിടത്തും എല്ലാവരോടും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പോലെയാകാൻ പ്രവൃത്തികളിൽ മാത്രമല്ല എല്ലാറ്റിനുമുപരി അവൻ്റെ അസ്തിത്വത്തിലും നാം അവനെ അനുകരിക്കാൻ ഇടവരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.